ഹായ് ഓൾ, നമസ്കാരം. നമ്മൾ ഇന്ന് അരിത്തമെറ്റിക് മീൻ ഇൻ ക്യുമുലേറ്റീവ് മോർ ദാൻ സീരീസ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മാർക്സ് തന്നിട്ടുണ്ട്: മോർ ദാൻ 0, മോർ ദാൻ 2, മോർ ദാൻ 4, മോർ ദാൻ 6, മോർ ദാൻ 8. ഫ്രീക്വൻസി 30, 28, 24, 18 and 10. സോ ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് കാണുന്നത് എന്ന് നോക്കാം. സോ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ മോർ ദാൻ സീരീസിനെ കണ്ടിന്യൂസ് കേസിലോട്ടാക്കി മാറ്റണം. സോ മാർക്സ് ഇങ്ങനെ 0 to 10 അതേ ഒരു രീതിയിലാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. ഇവിടെ മോർ ദാൻ 0 എന്നാണ് തന്നിട്ടുള്ളത് അല്ലെ. ഞാൻ ഇവിടെ 0 മാർക്ക് ചെയ്തു. മോർ ദാൻ 2 എന്നുണ്ട്. അപ്പൊ ഇത് 2 ആണെന്ന് വിചാരിക്കുക. ഇത് 4, ഇത് 6, ഇത് 8. അപ്പൊ മോർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0നും കാട്ടിയും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികൾ എത്ര പേരാണ്? 30 സ്റ്റുഡൻസ് ഉണ്ട്. ഇനി മോർ ദാൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാർക്കിനെ കാട്ടിയും കൂടുതൽ മാർക്ക് കിട്ടിയ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 28 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? 0ന്റെയും 2ന്റെയും ഇടയിൽ മാർക്ക് കിട്ടിയ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് എനിക്ക് കാണാം അല്ലെ. 0 to 2 നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഞാൻ നോക്കണേണ്. അപ്പം ഈ 0 to 2 ആ ഒരു റേഞ്ചിൽ മാർക്ക് കിട്ടിയ എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്ന് കാണാൻ എന്ത് ചെയ്യണം? ഈ 30യിൽ നിന്ന് 28 മൈനസ് ചെയ്യണം. 30 മൈനസ് 28 എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. ഇനി ഇതുപോലെ മോർ ദാൻ 2 നമ്മൾ എടുത്തു. മോർ ദാൻ 4 എന്ന് പറയുമ്പോൾ 4 മാർക്ക് കൂടുതൽ മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട്? 24 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത് 2 മാർക്ക് കൂടുതൽ എത്ര പേരുണ്ട്? 28. 4 മാർക്ക് കൂടുതൽ മാർക്ക് കിട്ടിയ എത്ര പേരുണ്ട്? 24. അപ്പൊ ഈ 2 to 4 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ടെന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 28ൽ നിന്ന് 24 മൈനസ് ചെയ്താൽ മതി. 28 മൈനസ് 24 എത്രയാണ്? 4. ഇതുപോലെ തന്നെയാണ് നമ്മൾ അടുത്തതും ചെയ്യേണ്ടത്. മോർ ദാൻ 4 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? 4 to 6. അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി കിട്ടാൻ എന്ത് ചെയ്യണം? 24 മൈനസ് 8 ചെയ്യണം. അതപ്പോ എത്രയാ വരുന്നത്? ദാറ്റ് ഈസ് 6. ഇനി മോർ ദാൻ 6 എന്ന് പറയുമ്പോൾ എന്തെടുക്കണം? 6 to 8. 18 മൈനസ് 10 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? 8 അല്ലെ. ഇനി മോർ ദാൻ 8 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 8 to 10. 8 കൂടുതൽ മാർക്ക് കിട്ടിയ എത്ര പേരാണ് ഇവിടെ ഉള്ളത്? 10. സോ നമുക്ക് മാർക്സും കിട്ടി, കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും കിട്ടി. സോ ഇതെന്ത് ഫോമിലാണ്? കണ്ടിന്യൂസ് കേസിലാണ് അല്ലെ. ഈ ഡയഗണൽ നോക്കുമ്പോൾ 2 2 4 4 6 6 8 8 ആ ഒരു ഫോമിലാണ് വന്നിട്ടുള്ളത്. സോ ഇത് കണ്ടിന്യൂസ് ക്ലാസ് ആണ്. കണ്ടിന്യൂസ് ക്ലാസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ മിഡ് വാല്യൂ കാണണം. മിഡ് വാല്യൂ എങ്ങനെയാണ് കാണുന്നത്? ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ബൈ 2. 0 പ്ലസ് 2 ബൈ 2 എത്രയാ വരുന്നത്? 1. 2 plus 4, 6, 6 by 2, which is 3. 4 plus 6, 10, 10 by 2, 5. 6 plus 8, 14, 14 by 2, 7. 8 plus 10, 18, 18 by 2, 9. So, mean for a continuous case, x bar കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സിഗ്മ fx divided by n. സോ നമ്മൾ ഇനി എന്താ കാണേണ്ടത്? f into x കാണണം. സോ 2 into 1 which is 2. 4 into 3 is 12. 6 into 5 which is 30. 8 into 7 56. 10 into 9 which is 90. ഇനി സിഗ്മ എഫ് എക്സ് കാണാൻ എന്ത് ചെയ്യണം? ഈ എല്ലാ വാല്യൂം ആഡ് ചെയ്യണം. സോ എനിക്ക് എന്ത് കിട്ടും? 190.
ഇനി n വേണം അല്ലെ, n കിട്ടാൻ എന്ത് ചെയ്യണം, ഈ ഫ്രീക്വൻസി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടുന്നത്, വിച്ച് ഈസ് 30. സോ സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് 190 ഡിവൈഡഡ് ബൈ 30. 190 ബൈ 30 എത്രയാണ് വരുന്നത്, വിച്ച് ഈസ് 6.33 എന്ന് വരും. ഓക്കെ, എളുപ്പമല്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു പുതിയ ടോപ്പിക്കുമായി കാണാം. താങ്ക് യു.